മിസ്സാണ്. മക്കളെ നമ്മളിന്ന് നമ്മുടെ എക്സാമിന് ചോദിക്കുന്ന നമ്മുടെ ആനുവൽ എക്സാമിന് അടുത്തെത്തിയില്ലേ. അപ്പോൾ നമുക്ക് എക്സാമിന് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മിസ് എപ്പോഴും പറയാറുള്ളത് പോലെ മിസ്സിൻ്റെ കുട്ടികൾ ആദ്യം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. കുറച്ച് ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് എക്സാമിന് ചോദിക്കുന്ന അതേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. ലെറ്റ് us match the young ones with the animals. അതായത് ഇവിടെ കുറച്ച് ആനിമൽസിനെ തന്നിട്ടുണ്ട് ഈ ഒരു സൈഡിൽ. ഏതൊക്കെയാണ്? വൂൾഫ് തന്നിട്ടുണ്ട്, പിഗ് തന്നിട്ടുണ്ട്, എലഫന്റ് ഉണ്ട്, കൗ ഉണ്ട്, ഷീപ്പ് ഉണ്ട്, ക്യാറ്റ് ഉണ്ട്, ഡോഗ് ഉണ്ട്. അപ്പുറത്തെ സൈഡിൽ അവിടെ യങ് വൺസ് ഉണ്ട്. ലാമ്പ് ഉണ്ട്, പപ്പി ഉണ്ട്, കാഫ് ഉണ്ട്, കിറ്റൻ ഉണ്ട്, പിഗ്ലെറ്റ് ഉണ്ട്, കബ് ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഇതിൻ്റെ യങ് വൺസിനെ നിങ്ങൾ എന്ത് ചെയ്യണം? കറക്റ്റാക്കി കണ്ടുപിടിക്കണം. ഇപ്പോൾ ഫസ്റ്റ് തന്നെ വൂൾഫാണ് അല്ലേ. വൂൾഫിൻ്റെ യങ് വണ്ണിനെ നമ്മൾ എന്താ പറയുക മക്കളെ? വൂൾഫിൻ്റെ യങ് വണ്ണിനെ നമ്മൾ കബ് എന്നാണ് പറയുക. പിഗിൻ്റെ യങ് വൺ ആണെന്നുണ്ടെങ്കിലോ പിഗ്ലെറ്റ് എന്ന് പറയും. പിഗ്ലെറ്റ് ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ. അതുപോലെ തന്നെ എലിഫൻറ്റിൻ്റെ യങ് വണ്ണിനെ നമ്മൾ കാഫ് എന്നാണ് പറയുക. ഓക്കെ, എലിഫൻറ്റിൻ്റെ കുട്ടി ആനക്കുട്ടിയെ നമ്മൾ എന്താ പറയുക? കാഫ് എന്നാണ് പറയുക. അതുപോലെ കൗവിൻ്റെയും നമ്മുടെ പശുവിൻ്റെയും യങ് വണ്ണിനെ നമ്മൾ കാഫ് എന്ന് തന്നെയാണ് പറയുക. ഷീപ്പിൻ്റെ ഷീപ്പിൻ്റെ യങ് വണ്ണിനെ നമ്മൾ ലാമ്പ് എന്ന് പറയും. ഷീപ്പ് ലാമ്പ് എന്ന് പറയും. ക്യാറ്റിൻ്റെ യങ് വൺ ആണെന്നുണ്ടെങ്കിൽ പൂച്ചക്കുട്ടിയെ നമ്മൾ എന്താ പറയുക? കിറ്റൺ എന്ന് പറയും അല്ലേ. അപ്പോൾ ക്യാറ്റിൻ്റെ യങ് വണ്ണിനെ നമ്മൾ കിറ്റൺ എന്ന് പറയും. അതുപോലെ ഡോഗ് ആണെന്നുണ്ടെങ്കിൽ എന്താ പറയുക? പപ്പി. ഓക്കെ, ഡോഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പപ്പി എന്ന് പറയും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ അടിപൊളിയായിട്ട് ചെയ്തു. അപ്പോൾ ഇതേപോലെ നമ്മളോട് യങ് വൺസിനെ തന്നിട്ട് അല്ലെങ്കിൽ പിക്ചേഴ്സ് തന്നിട്ട് മാച്ച് ചെയ്യാനോ കറക്റ്റ് ഓർഡറിലാക്കാനോ അല്ലെങ്കിൽ പിക്ചേഴ്സ് തന്നിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനോ ഒക്കെ നമ്മളോട് ചോദിക്കാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേടാ മക്കളെ. റൈറ്റ് ദ പ്ലൂറൽ ഫോം ഓഫ് ഗിവൺ വേർഡ്സ്. അതായത് പ്ലൂറൽ ഫോം ഒന്നിൽ കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെയാണ് പറയുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഓപ്ഷൻസിൽ എന്തൊക്കെയുണ്ട്? ക്വസ്റ്റ്യനിൽ എന്തൊക്കെയുണ്ട്? വൂൾഫ് ഉണ്ട്. അപ്പോൾ വൂൾഫിൻ്റെ പ്ലൂറൽ ഫോം ഒന്നിൽ കൂടുതൽ. വൂൾഫ് എന്ന് പറഞ്ഞാൽ ഒന്നാണ് അല്ലേ. അപ്പോൾ 2-3 വൂൾഫ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? വൂൾസ് എന്ന് പറയും അല്ലേ. ഇതാ നോക്കിക്കേ, WOLVES വൂൾസ് എന്നാണ് പറയുക. നെക്സ്റ്റ് നോക്കിക്കേടാ, ബേബി. ബേബി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കുട്ടികളെ, മനുഷ്യരുടെ കുട്ടികളെയൊക്കെ നമ്മൾ ബേബീസ് എന്ന് പറയാറില്ലേ. അപ്പോൾ ബേബിയുടെ പ്ലൂറൽ എന്താ? യെസ്, ബേബീസ്. BIES ബേബീസ്. നെക്സ്റ്റ് നോക്കിക്കേ, സ്ട്രീം. സ്ട്രീം എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? അരുവി എന്നാണ് അല്ലേ. അപ്പോൾ അരുവികൾ എന്നെങ്ങനെയാ പറയുക? സ്ട്രീംസ് അല്ലേ. STREAM സ്ട്രീംസ് എന്നാണ് പറയുക. നെക്സ്റ്റ് നോക്കിക്കേ, വാട്ടർഫോൾ. വാട്ടർഫോളിൻ്റെ പ്ലൂറലിന് എന്താ പറയുക? വെള്ളച്ചാട്ടം. അതിൻ്റെ പ്ലൂറലിന് എന്താ പറയുക? വാട്ടർഫോൾസ്. ഓക്കെ, അടുത്ത നോക്കിക്കേ, സ്നേക്ക്. പാമ്പ് അല്ലേ. അപ്പോൾ അതിൻ്റെ പ്ലൂറൽ ഒന്നിൽ കൂടുതൽ പാമ്പുകൾ ഉണ്ടെങ്കിൽ നമ്മൾ സ്നേക്സ് എന്ന് പറയും. കണ്ടോ, സ്നേക്സ് എന്ന് പറയും. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? മാൻ അല്ലേ, മനുഷ്യർ. അപ്പം മനുഷ്യർ ഒന്നിൽ കൂടുതൽ മനുഷ്യർ എന്ന് പറഞ്ഞാൽ മാൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? പുരുഷന്മാരെയാണ് അല്ലേ. അപ്പോൾ ഒന്നിൽ കൂടുതൽ പുരുഷന്മാരുണ്ടെങ്കിൽ നമ്മളതിനെ മെൻ എന്ന് പറയും. ഓക്കെ, അപ്പം അടിപൊളിയായിട്ട് സിംഗുലറും പ്ലൂറലും നമ്മൾ പഠിച്ചു. പിന്നെ ഓരോരോ ആനിമൽസിൻ്റെ യങ് വൺസിനെ എന്താ പറയുക എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മളോട് എക്സാമിന് ചോദിച്ചാൽ മിസ്സിൻ്റെ കുട്ടികൾ അടിപൊളിയായിട്ട് ആൻസർ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.